ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ കോളേജ് പ്രോഗ്രാംസ്. ഇന്ന് നമ്മൾ എടുക്കുന്നത് മലയാളത്തിലെ പൂക്കളം എന്ന കവിതയും പിന്നെ എനിക്ക് മരണമില്ല എന്ന് പറയുന്ന ഒരു കവിതയുമാണ്. കൂടെ തന്നെ നമുക്ക് ഉപ്പ്, നിങ്ങളറിയും ONV കുറുപ്പിൻ്റെ ഉപ്പ് അല്ലേ, പ്രശസ്തമായ കവിതയാണ്. അങ്ങനെ ഒരു 3-4 കവിതകൾ നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യും. നമ്മൾ ഫസ്റ്റ് നമുക്ക് നോക്കാം പൂക്കളം. പൂക്കളം എന്ന് പറയുമ്പോൾ ചങ്ങമ്പുഴ എഴുതിയ കവിതയാണ് പൂക്കളം. ആദ്യം തന്നെ നമുക്ക് ആ കവിതയൊന്ന് പരിചയപ്പെടാം. കവിത മിസ് ഒന്ന് വായിച്ചു തരാം. നിങ്ങളെവിടെയോ കേട്ടിട്ടുണ്ടോ, കേട്ട് മറന്ന വരികളാണോ ഒക്കെ നോക്കുന്നത് നല്ലതായിരിക്കും അല്ലേ, പരിചയപ്പെടാം. എന്താ പറയുക, ചില ആളുകൾ നല്ല കവിതയോട് ഇഷ്ടമുള്ള ആളുകളുണ്ടാവും, നല്ല കവിത ചൊല്ലുന്നവരുണ്ടാവും. നമുക്കൊരു ഓഫ്ലൈൻ ക്ലാസ് ഒക്കെ വെക്കുമ്പം എന്ത് ചെയ്യാം, കവിതയൊക്കെ ചൊല്ലാം. ഓക്കെ, നിങ്ങളെ കഴിവൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പൂക്കളം എന്നുള്ള കവിത ഒന്ന് മിസ് നിങ്ങളത്ര വലിയ കഴിവൊന്നും ഇല്ലെങ്കിലും ജസ്റ്റ് ഒന്ന് വായിക്കല്ലേ പറയാം. ഓക്കെ, അതായത് ചങ്ങമ്പുഴയാണ് എഴുതിയത്, കവിത പൂക്കളമാണ് അല്ലേ. നോക്കാം. സുപ്രഭാതത്തിൻ്റെ സുസ്മിതത്തിൽ പനിനീർ പൂക്കൾ വിരിഞ്ഞിടുമ്പോൾ ആനന്ദ സ്വപ്നങ്ങൾ പുൽകുമൻ ആരോമൽ പൈതൽ വിളിച്ചുണർത്തി. ആ പിഞ്ചു ചുണ്ടിലൊരു ഓമൽ ഉത്സവത്തിൻ സ്വപ്നം ഗ്രസിച്ച് വിടർന്നു വീണു. ആ പനിനീർ മലർത്തുമ്പിൽ എൻ അക്ഷിക്കും ഉത്സവമായിരുന്നു. മഞ്ജുള പുഷ്പങ്ങൾ ഉല്ലസിക്കും മഞ്ജുഷ ഒന്നുണ്ടാ കതിരിൽ നിന്നെ പുൽകിയ കാവ്യലക്ഷ്മി എന്നെന്നും ഇന്നിതിൽ മിന്നിയെങ്കിൽ, നിന്നെ പുൽകിയ കാവ്യലക്ഷ്മി എന്നെന്നും ഇതിൽ പുൽകിയെങ്കിൽ. വാരൊളി വെൺകതിർ മാല ചിന്നി വാനിൽ ഹൃദയം തെളിഞ്ഞു മിന്നി. നീരണിച്ചോലകൾ പാട്ടുപാടി നീളെ പൂവല്ലികൾ നൃത്തമാടി. 2 പ്രാവശ്യം വരുന്നുണ്ട് കേട്ടോ. പിന്നെ പച്ചപ്പുൽ പട്ടലങ്കരിച്ച് കൊച്ചു പൂമ്പാറ്റകൾ ഉല്ലസിച്ചു. മഞ്ജുമുകുള മുഖങ്ങൾ തോറും മന്ദസ്മിതാംശുക്കൾ അങ്കുരിച്ചു. വെള്ളാമ്പൽ വീണ്ടും വയലു തോറും തുള്ളിക്കളിക്കയായി തുമ്പി പോലും. കാറ്റങ്ങനെ മെതിച്ചു തീർന്നു. ചിറ്റാട പൂത്തു മണം പരന്നു. ചിറ്റാട പൂത്തു മണം പരന്നു. അത് നേരത്തെ 2 വരെ റിപ്പീറ്റ് ചെയ്ത പോലെ ഇവിടെ 2 വരെ റിപ്പീറ്റാണ്. പിന്നെ ആ തണലിൽ യാദിനത്തിൽ ആത്തലിങ്ങാലയം വിട്ടുപോണം. 10 നാളേവർക്കും ചിത്തതാരിൽ മുത്തണിയിക്കുന്നൊരോണമെത്തി. അത് 2 പ്രാവശ്യം വീണ്ടും കേട്ടോ. മുക്കുറ്റി മന്ദാരം ചെങ്കുറിഞ്ഞി മറ്റും പലതരം പുഷ്പജാലം മുറ്റത്തു നിർമ്മിച്ച പൂക്കളത്തിൽ മന്ദാരം മുക്കുറ്റി ചെങ്കുറിഞ്ഞി മറ്റും പലതര പുഷ്പജാലം, ജാലം കൂട്ടം നമുക്കറിയാം, പുഷ്പജാലം മുറ്റത്ത് നിർമ്മിച്ച പൂക്കളത്തിൽ. കറ്റക്കിടാവിട്ടു കൈകൾ കൂപ്പി മാവേലി വന്നെത്താനാവാത്ത മോദം കൂവിത്തുടങ്ങുകയാണ് ഈ ബാലൻ. വെൽക്ക നീ ബാല്യമേ യൗവനത്തിൻ കൈകൾ നിൻ കണ്ണു പൊത്താതിരുന്നെങ്കിൽ. മാവേലി വന്നെത്തും ഓണനാളിൽ ഭൂവിൽ നീ നീണാൽ ജയിക്ക ചാലേ. മാവേലി വന്നെത്തും ഓണനാളെ ഭൂവിൽ നീ വീണാൽ ജയിക്ക ചാലേ എന്നതാണ് നമ്മുടെ വരികൾ. ഈ വരികളിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത്? ഇതിൽ ഫുള്ള് പൂക്കളം. നമുക്കറിയാം ഓണനാളിലാണ് നമ്മൾ പൂക്കളം എഴുതുന്നത് അല്ലെ. ചങ്ങമ്പുഴയുടെ വരികളാണ് ഈ പൂക്കളം. ചങ്ങമ്പുഴയെ പറ്റി നമുക്ക് കൂടുതൽ പറയണ്ട. മിസ് ഇവിടെ എക്സാമിന് നിങ്ങൾക്ക്, നമ്മൾ എക്സാം ബേസ് ആണ് ഇനി പറയുന്നത്, മിസ് ശ്രദ്ധിക്കണേ. കവിത ചൊല്ലിത്തരാ എന്നുള്ളത് നമ്മളൊരു ഇതാണ്. കാരണം നിങ്ങൾ ആ കവിതയെ പറ്റി ജസ്റ്റ് ഒന്ന് പരിചയം വേണമല്ലോ. വരികളൊക്കെ കവിതയ്ക്കുള്ളിൽ നിന്ന് ചോദ്യം വരുമ്പോൾ കവിത നമ്മൾ പരിചയപ്പെടണം. അതേപോലെ തന്നെ കവിത എഴുതിയ ആളെ പറ്റി എന്തുണ്ടാവും, ഒരു പാരഗ്രാഫ് എന്തായാലും നമുക്ക് അതിനുള്ള ആമുഖമായിട്ട് ഈ കവിതയുടെ ആസ്വാദനക്കുറിപ്പ് എഴുതാൻ ചോദിക്കുമ്പം ഇതിൻ്റെ ആമുഖമായിട്ട് ഏത് കവിതയാണ്, ഇത് മിസ് ഒരു ജനറലായിട്ട് പറയാട്ടോ. ഇനി മുന്നോട്ട് നിങ്ങൾക്ക് എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു
ക്ലാസ്സും കൂടിയാണ് അല്ലേ. ക്ലാസ്സും ആണ്, ഇതിൻ്റെ കണ്ടൻറ്റൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും, എക്സാം ഓറിയൻറ്റഡും ആണ്. അപ്പോൾ നമുക്ക് ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പം ഏത് കവിതയാണോ ആരാണോ എഴുതുക അവരെ പറ്റി കുറച്ചൊരു ആമുഖം നിങ്ങൾ എഴുതണം, ഒരു അപ്രിസിയേഷൻ കൊടുക്കണം, എന്നിട്ടാണ് നമ്മൾ കണ്ടന്റിലേക്ക് പോവുക. ഇതിപ്പോൾ എക്സാമ്പിൾ നമ്മൾ ചങ്ങമ്പുഴയാണ് പറയുന്നത്. ചങ്ങമ്പുഴയുടെ രമണൻ, നിങ്ങൾക്കറിയാം രമണനും രമണനും നളിനി ലീല രമണൻ അങ്ങനെ കുറേ കഥാപാത്രങ്ങൾ നമുക്കറിയാം. പ്രണയിതാക്കളാണ് അതിൽ രമണൻ ചന്ദ്രിക. ഓക്കെ, രമണന്റെ നായിക അല്ലെങ്കിൽ അവർ പ്രണയിനി ചന്ദ്രിക എന്ന് പറഞ്ഞാൽ എന്താ, നിലാവ് എന്നാണ് അർത്ഥല്ലേ. രമണൻ ചന്ദ്രികയെ തേടി പോകുന്നത്. രമണൻ ആരാണ്? ഒരു ആട്ടിടയനാണ് അല്ലേ. അതിനോടനുബന്ധിച്ചാണ് നമ്മുടെ ഏത് പാട്ടൊക്കെ വന്നത്, നമ്മുടെ മോഹൻലാലിന്റെ ഒരു പടമൊക്കെ ഉണ്ടല്ലോ അല്ലേ, ഒരു പശുക്കളൊക്കെ എന്താണല്ല ഉണ്ണികളെ ഒരു കഥ പറയാം എന്നുള്ള ആ ഒരു സിനിമേൻ്റെ ഏകദേശമൊക്കെ ആദ്യം ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ആലാപനത്തിൽ അദ്ദേഹത്തിൻ്റെ വരികളുടെ റിലിക്സ് കുറേ കടമെടുത്തിട്ട് പല സിനിമയിലേക്കും വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ രമണനാണ് പിന്നെ എന്താണ് ചന്ദ്രിക രമണൻ കഥയൊക്കെ എത്രയോ പലതരം കഥകളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അല്ലേ. അത് നല്ലൊരു പ്രണയ കഥയാണ് രമണൻ. അതേപോലെ വാഴക്കുല, ചങ്ങമ്പുഴയുടെ വാഴക്കുല എന്ന് പറഞ്ഞ കൃതി നിങ്ങൾക്ക് ആമുഖമായിട്ട് സുഖമായിട്ട് എഴുതാൻ പറ്റും. എന്താ അറിയുന്ന കുറച്ച്, അതായത് ഇല്ലാത്തത് എഴുതരുത്, ഉള്ളത് എഴുതാൻ പറ്റും. രമണനും ചന്ദ്രികയുടെയും പ്രണയം കൊണ്ടുവന്നത് ചങ്ങമ്പുഴയാണ്, നിങ്ങൾ സുഖമായിട്ട് എഴുതാൻ പറ്റും. ഫസ്റ്റ് നിങ്ങൾ എന്ത് എഴുതണം? പൂക്കളം എന്ന കവിത എഴുതിയത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ്. അദ്ദേഹത്തിന് പ്രശസ്തമായ 2 കൃതികളാണ് രമണൻ എന്ന കൃതി. അതിലെ രമണനും ചന്ദ്രികയും കേരളത്തിലെ എല്ലാവരും മനസ്സിൽ ഓമനിക്കുന്ന 2 കഥാപാത്രങ്ങളാണ്. കുറച്ചൊക്കെ സാഹിത്യമൊക്കെ വെച്ച് കൂട്ടി എഴുതാം. നെക്സ്റ്റ് ചെയ്താൽ നിങ്ങൾ അദ്ദേഹത്തിന് വേറൊരു ഏറ്റവും പ്രധാനപ്പെട്ട കൃതിയാണ് ചങ്ങമ്പുഴ വാഴക്കുല എന്ന കവിത. വാഴക്കുല എന്ന കവിത കേരള സമൂഹത്തിൽ നിങ്ങൾക്കറിയാം, നമ്മുടെ പിന്നെ 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. അതിനു മുമ്പ് ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിൽ പല പരിഷ്കരണങ്ങളും അല്ലേ, റിഫോർമേഷൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് അറിയാലോ, ഹിസ്റ്ററി കുറച്ച് പഠിച്ചല്ലേ. അപ്പോൾ ആ പരിഷ്കരണ പ്രസ്ഥാന സമയത്ത് പിന്നെ ജന്മി കുടിയാൻ നമ്മളൊരു ദുരാചാരം അല്ലെ, വർണ്ണം. അപ്പൊ നമ്മൾ എവിടേക്ക് പോകും? വർണ്ണ സമ്പ്രദായം. നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യുമ്പോൾ പോയിന്റ്സ് ആണ് മിസ് പറയുന്നത്, ഓവറായിട്ട് നിങ്ങൾ അങ്ങോട്ട് പോകും വേണ്ട. പക്ഷെ അത്യാവശ്യം അതായത് നമ്മുടെ കേരളത്തിലെ ഭൂപരിഷ്കരണ നിയമങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് കേരളത്തിൽ ഒരു അനാചാരം നിലനിന്നിരുന്നു. നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് കേരളത്തിൽ വർണ്ണ സമ്പ്രദായം അല്ലെ, അതായത് ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, ബ്രാഹ്മണൻ, ക്ഷത്രിയ, വൈശ്യ, ആ 4 വർണ്ണങ്ങൾ. ആ വർണ്ണത്തിൽ ഏറ്റവും അടിയിലെ ശൂദ്രൻ എന്ന് പറഞ്ഞ ഒരു വർഗത്തിനെ മുന്നിലുള്ള ബ്രാഹ്മണന്മാരും അവർ ജന്മികളൊക്കെ അടിയാനും ജന്മിയും ആ ബന്ധം നിലനിന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ സമയത്ത് എഴുതിയതാണ് അദ്ദേഹം ചങ്ങമ്പുഴ എഴുതിയൊരു കൃതിയാണ് നമ്മുടെ വാഴക്കുല. ഈ വാഴക്കുല എന്ന കൃതി കേരളത്തിലെമ്പാടും പെട്ടെന്ന് തന്നെ ഒരു ചരിത്രം സൃഷ്ടിക്കാൻ പറ്റിയ ഒരു കവിതയായി മാറി. കാരണം ചില കവികളൊക്കെ എങ്ങനെ എഴുതും, വെറുതെ പൂക്കൾ, പുഴ, ആകാശം, അതൊക്കെ ആയിരിക്കും അവിടെ പ്രധാനപ്പെട്ട അവർ പറയുന്നത്. പക്ഷേ ചങ്ങമ്പുഴ ഈ ഒരു വാഴക്കുല എന്ന കൃതി എഴുതിയത് എന്തിനെ പറ്റിയാണ്? ജന്മി കുടിയാൻ ബന്ധത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. കാരണം കേരളത്തിൽ കുറച്ചൊരു മാറ്റം ഉണ്ടാവട്ടെ, ആളുകൾക്ക് എങ്ങനെയെങ്കിലും ഒരു ബോധം വരട്ടെ എന്നൊക്കെ വിചാരിച്ചു. കാരണം ഈ ജന്മികൾ കുടിയാന്മാർ ഇങ്ങനെ ചവിട്ടി അരച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ചങ്ങമ്പുഴ ഹൃദയം നൊന്തെഴുതിയ കവിതയാണ് വാഴക്കുല. കാരണം നിങ്ങൾക്ക് എഴുതാട്ടോ, ഇൻട്രൊഡക്ഷൻ 2 പാരഗ്രാഫ് അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അതിലെന്തെഴുതുക? വാഴക്കുലയിൽ ജന്മി, ജസ്റ്റ് മിസ് കഥ പറയാണ്, നിങ്ങൾക്ക് അറിയാത്തവരുണ്ടാവും. അതായത് ജന്മീൻ എന്ത് ചെയ്യുന്നു, പിന്നെ ഇത് ചിലപ്പോൾ വേറെ ക്വസ്റ്റ്യനും വരും. വാഴക്കുല എന്ന കൃതി എത്രത്തോളമാണ് സമൂഹത്തിൽ പിന്നെ ഇമ്പാക്ട് ചെയ്ത് റിയാക്ട് ചെയ്തതെന്നുള്ള ചോദ്യം ഉണ്ടെങ്കിലും വേറെ തന്നെ ചോദിക്കാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ ഇത് അപ്പോഴും എഴുതാം, ഇൻട്രൊഡക്ഷനിലും എഴുതാം. ജന്മി അടിയാൻ എന്ത് ചെയ്യുന്നു, പിന്നെ അടിയാന് വാഴ വെക്കുന്നു, അവർ അടിയാനാണ് അത് വളർത്തുന്നത്, ശൂദ്രൻ അടിയാൻ കേട്ടോ, അവർ വളർത്തുന്നു. ലാസ്റ്റ് വാഴക്കുല വെട്ടി ജന്മി കൊണ്ടുപോകുമ്പോൾ ശൂദ്രനെ മക്കൾ കാലുപിടിച്ച് കരയുന്നു. അവിടെ ജന്മിയുടെ ഗുണ്ടകൾ വന്ന് കുട്ടികളെ കൊല്ലുന്നു, അവിടെ രക്തതാവുന്നു. അങ്ങനെ ഇത് ഞങ്ങൾക്കൊരു പഴം തന്നെ തരും അച്ഛാന്ന് വിശന്ന് വിടുന്ന കുട്ടികൾ കരയുന്നു. കുറേ കാലം അവരുണ്ടാക്കിയതല്ലേ. ജന്മി അതൊരു അഹങ്കാരത്തോടു കൂടി, ഒരു ദയാദാക്ഷിണ്യം അല്ലാതെ എടുത്തുകൊണ്ട് പോകുന്നു. ആ ഒരു പിക്ചർ, ആ ഒരു കറക്റ്റ് ആ കവിതയിൽ വരുന്ന ആ ഒരു മീനിങ് വായിച്ച ജനങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായി എത്രത്തോളമാണ് നമ്മൾ അനുഭവിക്കുന്നത്. അവർ സ്വയം ചിന്തിച്ചു, അങ്ങനെയാണ് ഒരു മാറ്റം. പെട്ടെന്ന് തന്നെ ആ കവിത മൊത്തത്തിൽ കേരളത്തിൽ അലയൊലി സൃഷ്ടിക്കുകയും പെട്ടെന്ന് കേരളത്തിൽ ഒരു ചരിത്രപരമായ തീരുമാനത്തിലേക്ക് ഞങ്ങൾ ജന്മിമാരും അടിയാന്മാരെല്ലാവരും മനുഷ്യരാണ്, ഒരാളെ ചവിട്ടി താഴ്ത്തേണ്ട ഒരു കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ജനങ്ങൾ പെട്ടെന്ന് തന്നെ ഫൈറ്റ് ചെയ്യുകയും നമ്മുടെ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തുകയും ഒരു പുനർചിന്ത, ജനങ്ങൾ ആ അടിയാനായിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ഈ ഒരു കവിത വന്നതോടെ, വാഴക്കുല എന്നുള്ള കവിത വന്നു, കറക്റ്റ് മീനിങ്
മീനിങ് ചങ്ങമ്പുഴ അറിഞ്ഞോണ്ടറിയാതെ ജനങ്ങളിലേക്ക് എത്തിച്ച ഒരു മെസ്സേജ് ആയിരുന്നു വാഴക്കുല. അത് എഴുതി നമ്മുടെ പ്രശസ്തമായ ചങ്ങമ്പുഴയാണ്. അതുകൊണ്ട് തന്നെ ഈ ചങ്ങമ്പുഴ എന്ന് പറഞ്ഞ ആള് കവി ഏറ്റവും നമ്മുടെ ചരിത്രത്തിൽ തന്നെ ഇടം നേടിയ ഒരു കവിയാണ്. ഈ ഒരു വാഴക്കുല ഒരു കവിതയാണ്, ഈ ചരിത്രത്തിൽ ഇടം നേടിയ കവിതയാണ്. അവർ നിങ്ങൾ ഇങ്ങനെ തന്നെ എഴുതണം, എക്സാമിന് നമുക്ക് മാർക്ക് മാക്സിമം സ്കോർ ചെയ്തേ പറ്റൂ. നെക്സ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, പിന്നെ വരുന്ന പാരഗ്രാഫിലാണ് നിങ്ങൾ അതിന്റെ കണ്ടന്റ് എഴുതേണ്ടത്, കവിതയുടെ കണ്ടന്റ്. ഇനി നമ്മൾ കവിതയുടെ കണ്ടന്റിലേക്ക് വരുന്നു. സുപ്രഭാതത്തിന്റെ